ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മൾ വീട് വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും സൗഭാഗ്യം തരുന്ന ഓൾ പ്രോസ്പെരിറ്റി ഡയറക്ഷൻ ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. ഇവിടെ സൗത്ത് വെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. പ്രധാന ഡോറും ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമും ഗുഡ് ഡയറക്ഷനിൽ കൊണ്ടുവച്ചു. സൗത്ത് ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനാണ്. ഇവിടെ കൊണ്ട് ടോയ്ലറ്റ് വെക്കാം. നമസ്തേ. നമുക്ക് ദിക്കുകളെ പറ്റിയും ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ദിക്കുകളെ പറ്റിയും ഒക്കെ ഒന്ന് നോക്കാം. കുവാ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. വീട് വെക്കാനായിട്ട് ഒരു വ്യക്തി പോവുകയാണ്. ഫുങ്ഷോ പ്രകാരം അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്ലൈങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് വരിക, ഫ്ലൈങ് സ്റ്റാർ നമ്പർ. രണ്ട്, ആ വ്യക്തിയുടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് ആ വീടിനെ കറക്റ്റ് ചെയ്യാം. ഫ്ലൈങ് സ്റ്റാർ നമ്പർ വെച്ച് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ കിട്ടി. ഇതാണ് വീടിന്റെ പ്ലാൻ എടുത്തു. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് ഫേസിങ് എടുത്തിട്ട് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ആ ഫ്ലൈങ് സ്റ്റാർ ഈ പ്ലാനിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ ഈ പ്ലാനിനെ കറക്റ്റ് 9 തിരിച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അതാത് സ്ഥലത്തെ കണ്ടുപിടിച്ച നക്ഷത്രങ്ങൾ എഴുതുന്നു. എന്നിട്ട് ഇതിൽ എവിടെയാണ് നല്ല നക്ഷത്രം വരുന്നത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡോർ വയ്ക്കുന്നു. എവിടെയാണ് നല്ല നക്ഷത്രം വരുന്നത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ബെഡ്റൂം വയ്ക്കുന്നു. അങ്ങനെ ഒരു കണക്കെടുത്തതാണ് എൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീട് വെച്ചു, കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ്. ഇപ്പം ഞാൻ 2025 വെച്ചത്, 26 പാല് കാച്ചെന്ന്. കിഴക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ 9 എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. എവിടെയാണ്? ഈസ്റ്റിൽ 9 എന്നും പറഞ്ഞിട്ടുള്ള സ്റ്റാറാണ് വന്നത്. അപ്പോൾ ഈ വീട് ശരിക്കും പൈസ വരുന്ന വീടാണ്. ഇത് ഞാൻ താമസിച്ചാലും ഗുണം ചെയ്യും. നാളെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ മോന് കൊടുത്ത് അവൻ താമസിച്ചാലും ഈ വീട് അവന് ഗുണം ചെയ്യും. കാര്യം എന്താണ്? ഈ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആര് താമസിച്ചാലും ഗുണം ചെയ്യും. വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത് അവർ വന്ന് താമസിച്ചാലും അവരെ ഇത് സപ്പോർട്ട് ചെയ്യും. ഇത് ഫ്ലൈങ് സ്റ്റാർ നമ്പറിൻ്റെ ഗുണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കുവാ നമ്പർ അനുസരിച്ച് വെക്കുന്ന വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയുടെ കുവാ നമ്പർ, ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ കുവാ നമ്പർ കണ്ടുപിടിച്ചു. കുവാ നമ്പർ 8 ആണ്. ഇപ്പോൾ 1 മുതൽ 9 നമ്പറിൽ ഒരു നമ്പർ നമ്മുടെ കുവാ നമ്പറായിട്ട് വരും. അതൊക്കെ നേരത്തെ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുവാ നമ്പർ, ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് ഗൃഹനാഥൻ്റെ കുവാ നമ്പർ 8 ആണ്. അപ്പോൾ ഏതൊരു കുവാ നമ്പർ കിട്ടിയാലും അദ്ദേഹത്തിന് 4 ദിക്കുകൾ ഭാഗ്യമായിരിക്കും. അപ്പോൾ കുവാ നമ്പർ 8ന്റെ 4 ഭാഗ്യ ദിക്കുകൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് എല്ലാ സൗഭാഗ്യവും തരും. അടുത്തത് നോർത്ത് വെസ്റ്റ് ഹെൽത്ത് തരും. അടുത്തത് വെസ്റ്റ് വിവാഹത്തിന്. അടുത്തത് നോർത്ത് ഈസ്റ്റ് വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ദിക്ക്. ഇത് 4മാണ് ഈ കുവാ നമ്പർ 8കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ 8കാരിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ ദിക്കുകൾ. അപ്പോൾ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മൾ വീട് വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിന്റെ വീടിന്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്ക് ദർശനത്തിലുള്ള ഒരു വീടാണെന്ന് കരുതുക. ഇതിനെ ഞാനൊരു 9 കളങ്ങളാക്കി തിരിക്കുന്നു. ഒരു 9 റൂം പോലെയാണെന്ന് വിചാരിക്കുക. 9 കളങ്ങളാക്കി തിരിക്കുന്നു. 8 ദിക്കുകളും എഴുതുന്നു. സൗത്ത് എഴുതി, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, 8 ദിക്കുകളും നമ്മൾ ഇതിനകത്ത് എഴുതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് കുവാ നമ്പർ 8കാരന് വെക്കുന്ന വീടാണ്. അപ്പം ഇതിൻ്റെ ഭാഗ്യ ദിക്കുകൾ ഇദ്ദേഹത്തിന് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതിൽ ഭാഗ്യ ദിക്കിൽ ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് എടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നമുക്ക് മെയിൻ ഡോർ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ സൗത്ത് ഈസ്റ്റ് ഉണ്ടോ? ഇല്ല. കാരണം ഈ 4 ദിക്കിൽ ഇദ്ദേഹത്തിന് സൗത്ത് ഈസ്റ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാഡ് ഡയറക്ഷനാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഡോർ കൊടുത്താൽ ഇദ്ദേഹത്തിന് നല്ലതല്ല. അടുത്തത് കിഴക്കിലേക്ക് കൊണ്ടുവന്നു. കിഴക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിലുണ്ടോ? ഇല്ല. കിഴക്ക് ഇദ്ദേഹത്തിൻ്റെ ബാഡ് ഡയറക്ഷനാണ്. അപ്പോൾ അവിടെയും മെയിൻ ഡോർ കൊടുക്കാൻ പറ്റൂല. അടുത്ത ഡയറക്ഷൻ എവിടെ വന്ന്? നോർത്ത് ഈസ്റ്റ് വന്നു. നോർത്ത് ഈസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഗുഡ് ഡയറക്ഷനോ ബാഡ് ഡയറക്ഷനോ? അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുഡ് ഡയറക്ഷനിൽ കരിയർ ഡയറക്ഷനായിട്ട് നമുക്ക് കിട്ടിയാക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടുവന്ന് മെയിൻ ഡോർ കൊടുക്കാം. ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ മെയിൻ ഡോർ എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ ബെഡ്റൂം നോക്കുകയാണ്. ബെഡ്റൂം നമുക്ക് എവിടെ കൊടുക്കാം? ഇദ്ദേഹത്തിന്റെ ഏറ്റവും സൗഭാഗ്യം തരുന്ന ഓൾ പ്രോസ്പെരിറ്റി ഡയറക്ഷൻ ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സൗത്ത് വെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൗത്ത് വെസ്റ്റിൽ മാസ്റ്റർ ബെഡ്റൂം ആയി. പിന്നെ 2 ഡയറക്ഷൻ, ഇത് 2 ഇദ്ദേഹത്തിന്റെ ഗുഡ് ഡയറക്ഷൻ ആണ്. ഏതാണ്? വെസ്റ്റും നോർത്ത് വെസ്റ്റും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്താ ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഏരിയ കൊടുക്കാം. ഒരു ലിവിങ് ഏരിയയോ അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ്ങോ ഒക്കെ ഇവിടെ കൊടുക്കാം. കാരണം എന്താണ്? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഡയറക്ഷൻ ആണ്.
നോർത്ത് വെസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൊടുക്കാം. കാരണം ഇത് മൂന്നും ഇദ്ദേഹത്തിന്റെ ഗുഡ് ഡയറക്ഷനാണ്. ഇതും ഗുഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ഡോറും ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമും ഗുഡ് ഡയറക്ഷനിൽ കൊണ്ടുവച്ചു. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം, ടോയ്ലറ്റുകളൊക്കെ എവിടെ വെക്കാം? ഒരു സംശയവും വേണ്ട, ബാഡ് ഡയറക്ഷനിൽ വെക്കാം. സൗത്ത് ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനാണ്, ഇവിടെ കൊണ്ട് ടോയ്ലറ്റ് വെക്കാം, ഇദ്ദേഹത്തെ ഇത് ബാധിക്കില്ല. അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടും നമുക്ക് വീടിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഗൃഹനാഥനായിരിക്കും സൂട്ടബിൾ ആയിരിക്കുന്നത് കൂടുതൽ. ഫ്ലൈങ് സ്റ്റാർ ആണെങ്കിലോ ആർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മകനും കുവാ നമ്പർ 7കാരനാണെന്ന് വെച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ 6കാരനാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ 2കാരനാണെന്ന് വെച്ചോ, എവന്റെയും സെയിം ലക്കി ഡയറക്ഷൻസ് ഏത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഓർഡറിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതേസമയം കുവാ നമ്പർ 1നോ 3നോ 4നോ ആണെങ്കിൽ ഇത് അവരുടെ ബാഡ് ഡയറക്ഷനായിട്ട് മാറും. ഈ ഒരു തിയറി നമുക്ക് നോക്കി വീട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് പൂർണ്ണമായും ഫെങ്ഷുയി ആണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വാസ്തു നിയമങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. പൂർണ്ണമായും ഫെങ്ഷുയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഫ്ലൈങ് സ്റ്റാറിന്റെ കണക്കായാലും ശരി തന്നെ, കുവാ നമ്പറിന്റെ കണക്കായാലും ശരി തന്നെ. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട്, ഇവരുടെ ഭാഗ്യ ദിക്കിലോട്ട് നോക്കിയിരിക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റും? വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന് നല്ലത്. കാരണം വെസ്റ്റിലാണ് ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്ക് ഇരിക്കുന്നത്, ഈസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്ക് ഇല്ല. കിടക്കുമ്പോൾ എങ്ങോട്ട് തലവെച്ച് കിടക്കാം? നമ്മൾ പറയുന്നത് സൗത്തിലോട്ട് തലവെച്ച് കിടക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റിലോട്ട് തലവെച്ച് കിടക്കാം. പക്ഷെ ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനാണ്. ഇദ്ദേഹത്തിന് ഇവിടെ തലവെച്ച് കിടക്കാൻ പറ്റിയ ഡയറക്ഷൻ വെസ്റ്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ അതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. കന്നിമൂലം മിസ്സിംഗ് ആയ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 2 ക്രിസ്റ്റൽ ബോളുകൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ആ വീടിന്റെ വാസ്തുദോഷത്തിന് ഒരു പരിഹാരമായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നു. നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത്, നിലവിലുള്ളതിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു 6 റോഡ് വിൻഡോയും സ്ഥാപിക്കാം. അതുപോലെ കപ്പിൾസുകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു മാൻഡേരിയൻ ഡക്സിനെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.